കാര്യം നിസ്സാരം. ഈശ്വരാ, എന്റെ നടു ഒടിഞ്ഞു. ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഞാൻ ഇത്ര അധ്വാനിക്കണം. പറഞ്ഞു വരുമ്പോൾ ജോലി റവന്യൂ വകുപ്പിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. പക്ഷെ ചെയ്യുന്നത് തൂമ്പെടുത്ത് കളയ്ക്കുവോ? ദേ മോഹനേഷ് സാറേ, പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. മേലിൽ ഇത്തരം പരിപാടിക്ക് എന്നെ പ്രതീക്ഷിക്കരുത്. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നാടിനും നാട്ടാർക്കും വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ക്ഷീണം. നാടിനും നാട്ടുകാർക്കും വേണ്ടിയല്ലേ സാറേ നമ്മൾ രാവിലെ മുതൽ ഇവിടെ കിടന്ന് കളിക്കുന്നത്. ശിശുപാല, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നാട്ടുകാർക്ക് മാതൃകയാകേണ്ടത്. നമ്മൾ ഇന്ന് ചെയ്ത ഈ കാര്യം ഏതെങ്കിലും ഒരു നാട്ടുകാരൻ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? റോഡിൽ വേറെ എവിടെയെങ്കിലും കുഴി കണ്ടാൽ നമ്മളെ വിളിക്കും. അങ്ങനെയല്ല, അയാൾ വിചാരിക്കും, ആ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറ് എന്തു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ചെയ്തതുപോലെ ഞാനും ഒരു കുഴി നികത്തിയാലോ. അങ്ങനെ അയാൾ കുഴി മൂടുന്നത് മറ്റൊരാൾ കാണും. അപ്പൊ അയാളും ഒരു കുഴി കണ്ടാൽ മൂടും. അങ്ങനെ 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 കേരളത്തിലെ റോഡുകളുടെ സകല കുഴികളും 2 ദിവസം കൊണ്ട് മൂടും. കൊള്ളാം. പക്ഷെ സാറൊന്നും ചെയ്തില്ലല്ലോ. മണ്ണ് ചുമന്നതും കുഴി മൂടിയതൊക്കെ ഞങ്ങളല്ലേ. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ചെയ്തല്ലോ. എക്സ്ക്യൂസ് മീ. ആരാ? ഞാൻ രാജഗോപാൽ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയറാ. വന്ന നന്നായി. ഞാൻ നിങ്ങളെ ഒന്ന് അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ദിവസവും എത്രമാത്രം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഇന്ന് തന്നെ ഈ നിൽക്കുന്ന ശിശുപാലിന്റെ വണ്ടി ഒരു കുഴിയിലേക്ക് വീണ് ശിശുപാലിന്റെ നടുവൊടിഞ്ഞു. നോക്കൂ, നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത് ശരിയാണോ? ഞങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പഠിപ്പിക്കണ്ട. ആ വളവിലെ റോഡിലെ കുഴി നികത്തിയത് നിങ്ങളാണോ? ഞങ്ങളാണ് സാർ. ഞങ്ങളെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തത് ഈ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാർ. ഇവര് ചെയ്തു. ഞാനും റോഡിലെ കുഴികൾ അടയ്ക്കാനും മെയിന്റനൻസ് വർക്ക് ചെയ്യാനുമാണ് PWD. അത് നിങ്ങൾക്കറിയാവോ? പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ കുഴി അടച്ചത്? അത് കൊള്ളാം. റോഡിലൊരു കുഴി കണ്ടാ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഓരോരുത്തരും അവർക്ക് തോന്നും പോലെ ചെയ്താ ഈ നാടെവിടെ ചെന്ന് നിൽക്കും? ഇവിടെ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് ആളുകൾ അപേക്ഷ തന്നിട്ട് നിങ്ങളത് കൊടുക്കാൻ വൈകിയാൽ ഞങ്ങൾ കൊടുത്താലോ? മിസ്റ്റർ മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർക്ക് വില്ലേജ് ഓഫീസറുടെ ജോലി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി. ഞങ്ങളുടെ അധികാരത്തിൽ ആരും കൈകടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് പട്ടിപ്പുല്ല് തിന്നുകയല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയല്ല. എന്റെ പൊന്നു സാറേ, നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും റോഡൊക്കെ നിങ്ങളുടെ കുടുംബ സ്വത്താണെന്ന്. അത് പൊതുജനത്തിന്റെ സ്വത്താ. റോഡ് വൃത്തിയായി കിടന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പൊതുജനം അത് വൃത്തിയാക്കും. നമുക്ക് കാണാം. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനും അയാളെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കുമെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാ. PWD റോഡിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടങ്ങൾ വരുത്തിയതിന്. അപ്പോ റോഡിൽ ഒരു കുഴി കണ്ടാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെ അറിയിക്കണം. എന്നിട്ടും അത് ശരിയാക്കിയില്ലെങ്കിൽ? ശരിയാക്കുന്നത് വരെ കാത്തിരിക്കണം. കുറെ കഴിഞ്ഞിട്ട് ശരിയാക്കിയില്ലെങ്കിൽ സഹിച്ചോളണം. നിങ്ങളുടെ റവന്യൂ പോലെ ഞങ്ങളുടെ PWDയും ഒരു സർക്കാർ വകുപ്പാണ്. അവിടെ കാര്യങ്ങൾ അതിന്റേതായ രീതിയിലേ നടക്കൂ. ബാക്കി കോടതിയിൽ കാണാം. അത് കൊള്ളാം. റോഡിലെ കുഴിയടക്കാൻ മാത്രം ധൈര്യമോ നിങ്ങൾക്ക്? ഇങ്ങനെ ആളുകളെല്ലാം സ്വന്തം ഇഷ്ടത്തിന് കുഴികളടക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി? മോഹനേഷ് സാറിന് തൃപ്തിയായോ? വേണ്ട വേണ്ടാന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ, അപ്പൊ കേട്ടില്ല. ഇനി കേസിന്റെ പുറകെ നടന്നോ? എനിക്കെതിരെ കേസ് വന്ന ഞാൻ പറയും മോഹനേഷ് സാർ പറഞ്ഞിട്ടാ ചെയ്തേന്ന്. ശിശുപാലനോ? പറഞ്ഞു വരുമ്പോ സാറ് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ചെയ്തത്. ആ, സാറല്ലേ ആഫീസർ.
നമ്മള് ക്ലാർക്കും പിയൂണും ഒക്കെയാ. സാറ് പറയാനുള്ളത് കേൾക്കാനുള്ളവരല്ലേ. ഇപ്പൊ എന്തു പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥൻ? റോഡ് പണി സമയത്ത് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തൊരു വിഷമമായിരുന്നു. അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ താൻ റോഡ് നന്നാക്കാനും പോയി. ഒടുവിൽ വാദി പ്രതിയായി തിരിച്ചു വന്ന് കൊടയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. ഇക്കണക്കിന് പോയാ ആരെങ്കിലും വണ്ടി ഇടിച്ച് റോഡിൽ കിടന്നാ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അതെ, ഞങ്ങളുടെ ജോലിയാ എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാരണം ഇത് കേരളമാണ്. ഇവിടെ സത്യത്തിന് ന്യായത്തിനൊക്കെ ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറയുന്നു? റോഡിലെ കുഴി കാണുമ്പോൾ നമ്മുടെ മുന്നിൽ 3 വഴികളാണുള്ളത്. ഒന്ന്, ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് കരുതി എല്ലാ സഹിച്ചു മിണ്ടാതെ അങ്ങ് പോവുക. ഏതെങ്കിലും ഘട്ടത്തിൽ വണ്ടി വീണ് നടുവൊടിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കിടക്കുക. എന്നിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത്തെ മാർഗം, മോഹനേട്ടൻ ചെയ്തതുപോലെ നമ്മളായി മുൻകൈ എടുത്തിറങ്ങുക. പക്ഷെ അവർ ചെയ്യാത്ത ജോലി നമ്മൾ ചെയ്യുമ്പോ അവർക്കത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അവരപ്പോ കേസും വഴക്കുമായിട്ട് വരും. ഇനി മൂന്നാമത്തെ മാർഗം ഞാൻ രാവിലെ പറഞ്ഞതാണ്, കേസ് കൊടുക്കുക. ഇതിനൊക്കെ ഉത്തരവാദികളായവർ സമാധാനം പറയേണ്ട അവസ്ഥ വരുത്തുക. 3 or 4 വട്ടമാകുമ്പോഴേക്ക് ഇവരൊക്കെ പഠിക്കും. ഇനി 4ാമതൊരു മാർഗമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അത് പറ്റൂല. അതേത് മാർഗം? നല്ല ചുട്ട അടി കൊടുക്കുക. പൊതുജനത്തിന്റെ കാര്യം നോക്കാതെ തെക്കും വടക്കും നടക്കുന്നവനെ പിടിച്ചു നല്ല ഫസ്റ്റ് ക്ലാസ് അടി കൊടുക്കുക. അടി കൊണ്ട് പഠിക്കാത്തവനായിട്ട് ആരുമില്ല. അത് ശരിയാവില്ല. അങ്ങനെ എല്ലാവരും കാര്യങ്ങൾ തല്ലിത്തീർക്കാൻ തുടങ്ങിയ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? അപ്പോ നീ പറഞ്ഞതാ ശരിയായ വഴി. കേസ് കൊടുക്കുക. ആൾക്കാർ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു വന്നാൽ അഴിമതിക്കാർ പേടിക്കും. എന്തായാലും ഒരു ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തതല്ലേ, വാ നല്ല ചായം പടുമ്പരി തരാം. എന്നിട്ട് ചൂടുവെള്ളത്തിലൊരു കുളി. അപ്പത്തേക്ക് ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറുന്നു. അപ്പൊ ഈ PWD-കാരുടെ കേസ്, ആ കേസുമായിട്ട് അവര് കോടതിയിൽ വരട്ടെ. മൂക്കോണ്ട് ഇക്ഷ വരപ്പിക്കും ഞാൻ ഇക്ഷ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്ന് PWD-കാർ അറിയും. കൊള്ളാലേ? നീതി നടപ്പായി കാണുന്നതിനാണ് നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നീതിയും നിയമവും 2 വഴിക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വാഹന നികുതി പിരിക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി റോഡ് നന്നാക്കുന്നതിൽ കാണിക്കാത്തത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നാണ് മറുപടി. നീതി നടപ്പാക്കുന്ന ഒരു കേരളം 2000 വർഷത്തിനുള്ളിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. മോഹനകൃഷ്ണന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മറ്റൊരു മുഹൂർത്തവുമായി കാര്യനിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.